ഓരോരുത്തർക്കും എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തെല്ലാം വികസിത് ഇന്ത്യയുടെ ഭാഗമായി തന്നെ പ്രവർത്തിക്കും. Every year marks the day when the Constitution of India came into effect in 1950. This day reminds all of us about our freedom struggles and the values that our nation stands for, like justice, liberty, equality and fraternity. നമസ്കാരം. ആദ്യം തന്നെ ഏവർക്കും എന്റെ റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുന്നു. ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. അന്നേ ദിനമാണ് നാം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. ഇന്നേ ദിനം നാം ദേശീയ പതാക ഉയർത്തിയോ ദേശീയ ഗാനം ആലപിച്ചോ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. നമ്മുടെ ഇന്നേ ദിവസം നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഓരോ ധീരന്മാരെയും നമുക്ക് സ്മരിക്കാം. കൂടാതെ ഇന്ത്യക്കായി ഇത്രയും ശക്തമായ ഭരണഘടന എടുത്ത് തയ്യാറാക്കിയ ഡോക്ടർ ബി ആർ അംബേദ്കറെ നമുക്ക് സ്മരിക്കാം. ഒരാളായി തെരഞ്ഞെടുത്ത വിഷ്ണുവിന്റെ മികവിനെ കുറിച്ച്. പഠനത്തിൽ മിടുക്കനായ വിഷ്ണു ഗണിതശാസ്ത്രമേളയിൽ സംസ്ഥാന തലത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടി ഗ്രേസ് മാർക്കിന് അർഹനായി. ഇംഗ്ലീഷ് ന്യൂസ് റീഡർ, സ്കൂൾ ലീഡർ എന്നീ നിലകളിൽ തിളങ്ങി നിൽക്കുന്ന വിദ്യാർത്ഥിയാണ് വിഷ്ണു. വിഘ്നേഷ് ബി. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും മിടുക്കനായ വിഘ്നേഷ് 3 വർഷമായി സ്കൂളിനെ പ്രതിനിധീകരിച്ച് വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥിയാണ്. ഗണിതശാസ്ത്രമേളയിൽ സബ് ജില്ലയിൽ 1ാം സ്ഥാനം, ജില്ലയിൽ എ ഗ്രേഡ് കരസ്ഥമാക്കി. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ജില്ലാതലത്തിൽ നടത്തിയ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത 1ാം സ്ഥാനം നേടി ക്യാഷ് അവാർഡിന് അർഹനായി. മാർമയ ഭാഷാ പ്രതിഭാ മത്സരത്തിൽ സ്കൂൾ തല മത്സര വിജയി. മാതൃഭൂമി നടത്തിയ ക്വിസ് മത്സരത്തിൽ സ്കൂളിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത് സമ്മാനം നേടി. കുമാരനാശാൻ ജന്മദിനത്തോടനുബന്ധിച്ച് സബ് ജില്ലാ തലത്തിൽ നടത്തിയ സെമിനാറിൽ പങ്കെടുത്തു. ഇൻസ്പയർ അവാർഡിന് വേണ്ടി സോളാർ സൈക്കിൾ എന്ന വിഘ്നേഷിന്റെ ഐഡിയയാണ് നോമിനേറ്റ് ചെയ്തത്. കേരള സ്കൂൾ കലോത്സവം ചിത്രരചനയിൽ സബ് ജില്ലയിൽ 1ാം സ്ഥാനവും ജില്ലയിൽ എ ഗ്രേഡ് നേടി ചിത്രകലയിലുള്ള തന്റെ പ്രാവീണ്യം തെളിയിച്ചു. തരത്തിലുള്ള മികച്ച പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിഘ്നേഷിനെയും ബെസ്റ്റ് ഔട്ട്ഗോയിങ് സ്റ്റുഡന്റിൽ ഒരാളായി തെരഞ്ഞെടുത്തത്. വൈഷ്ണവി കൃഷ്ണ ഗണിതശാസ്ത്രമേളയിൽ പങ്കെടുത്തു. സബ് ജില്ലാ തലത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കി. സ്കൂൾ സബ് ഡിസ്ട്രിക്ട് കലോത്സവത്തിൽ കഥാരചനയിൽ എ ഗ്രേഡ്.